ഗായ്സ്, വെൽക്കം ടു എഡിസോൺ. ഇനി നമ്മൾ പുതിയ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ 4 തരത്തിലുള്ള ഫാമിങ് നമ്മൾ പഠിച്ചു അല്ലേ? സബ്സിസ്റ്റൻസ് ഫാമിംഗ്, മിക്സഡ് ഫാമിംഗ്, കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ്, കൾട്ടിവേഷൻ ഓഫ് കൊമേഴ്സ്യൽ ക്രോപ്സ് എല്ലാം സെറ്റല്ലേ? അപ്പോൾ നമുക്ക് നോക്കാം. നെക്സ്റ്റ്, നൗ ദാറ്റ് യു ഹാവ് ലേൺഡ് അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാമിംഗ് മെത്തേഡ്സ് ഇൻ അവർ കൺട്രി അല്ലേ? നമ്മുടെ രാജ്യത്തുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഫാമിംഗ് മെത്തേഡ്സാണ് നമ്മളിപ്പോൾ കണ്ടത്. ഏതൊക്കെയാണ് കണ്ടത്? സബ്സിസ്റ്റൻസ് ഫാമിംഗ് കണ്ടു, മിക്സഡ് ഫാമിംഗ്, കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ്, കൾട്ടിവേഷൻ ഓഫ് കൊമേഴ്സ്യൽ ക്രോപ്സ്, ഇതൊക്കെ കണ്ടു. ഇപ്പോൾ നമ്മൾ എക്സ്പാൻഡ് ബിലോ ലിസ്റ്റ് ബൈ ആഡിങ് മോർ ഫീച്ചേഴ്സ്. താഴെ തന്നിരിക്കുന്ന പട്ടിക ഒന്നും കൂടി വലുതാക്കാൻ, ചെറിയ പട്ടികയാണ് തന്നിട്ടുള്ളത്, അതൊന്നും കൂടി എക്സ്പാൻഡ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ചെറിയ ചെറിയ പോയിൻ്റൊക്കെ ആ പട്ടികയിൽ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് 1-2 പോയിൻറ്റും കൂടി ആഡ് ചെയ്തിട്ട് ആ പട്ടിക ഒന്ന് വലുതാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ നമുക്ക് നോക്കിയാലോ പട്ടിക വലുതാക്കാൻ പറ്റുമോ എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം സബ്സിസ്റ്റൻസ് ഫാമിംഗ്. നമുക്കറിയാം സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്താണെന്നുള്ളത്. അതായത് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം എന്ത് ചെയ്യുന്നു? കൾട്ടിവേറ്റ് ചെയ്യുന്നു. പിന്നെന്താണ്? ചെറിയ ലാൻഡ്, നമുക്ക് കുറച്ച് ഭൂമിയുള്ളൂ എന്ന് വെച്ചാലും നമുക്കവിടെ കൃഷി ചെയ്യാം അല്ലേ? പിന്നെ മറ്റൊരു, നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി കൃഷി ചെയ്യുമ്പോൾ കോസ്റ്റ് വേറെ എടുക്കും. നമുക്ക് അതിന് വേണ്ടി വളത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ വേറെ റോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടോ നമുക്ക് പോവേണ്ട ആവശ്യമില്ല. നമ്മളെ വീട്ടിൽ നിന്നുള്ള വളം ഉപയോഗിച്ച്, ജൈവവളം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? കൃഷി ചെയ്യാം. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും അല്ലേ? പിന്നെ നമ്മൾ സർപ്ലസ് ആയിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളതേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് നമുക്ക് കൂടുതൽ കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാം? അത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റിട്ട് മറ്റുള്ള ആവശ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? ഫുൾഫിൽ ചെയ്യാം. ഇതാണ് നമ്മൾ സബ്സിസ്റ്റൻസ് ഫാം. ഇപ്പോൾ നമുക്ക് പോയിന്റ് നോക്കി, ഇവിടെയുള്ള ടേബിളിലുള്ള പോയിന്റ് നമുക്ക് നോക്കാം. പ്രൊഡക്ഷൻ ഫോർ ഓൺ കൺസംഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞു നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കൃഷി ചെയ്യുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ ഫോർ ഓൺ കൺസംഷൻ, നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നു. നെക്സ്റ്റ് പോയിന്റ് എന്താ തന്നിട്ടുള്ളത്? കൾട്ടിവേഷൻ ഈസ് പോസിബിൾ ഈവൻ ഇൻ സ്മോൾ പ്ലോട്ട് ഓഫ് ലാൻഡ്. നമ്മൾ പറഞ്ഞു നമുക്ക് എത്ര ഭൂമി ഉണ്ടോ ആ ഭൂമിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? കൃഷി ചെയ്യുന്നു അല്ലേ? അതാണ് നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് കണ്ടത്. അതായത് ചെറിയ ഏരിയയിൽ പോലും, ചെറിയ കുറച്ച് ഭൂമിയാണുള്ളതെന്ന് പോലും നമുക്ക് എന്ത് ചെയ്യാം? കൾട്ടിവേറ്റ് ചെയ്യാം. ആരോടും ചോദിക്കേണ്ട, ആരോടും പറയണ്ട അല്ലേ? നമുക്ക് വേണ്ടത് നമ്മൾ കൃഷി ചെയ്യുന്നു. ഇങ്ങനെ 2 പോയിൻ്റാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിൻ്റ് ഇങ്ങനെ കൊടുത്തൂടെ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് വെരി ലോ അല്ലേ? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ കുറവാണ്. ലോവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ നമുക്ക് പറയാം. ലോവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കുറവാണ്. പിന്നെ നമുക്ക് എന്ത് പറയാം? സർപ്ലസ് പ്രൊഡക്ഷൻ ക്യാൻ ബി സോൾഡ് ഫോർ അതർ പർപ്പസ് അല്ലേ? ടു ഫുൾഫിൽ അതർ പർപ്പസ്, മറ്റ് ആവശ്യങ്ങൾ, അതർ നീഡ്സ്, മറ്റ് ആവശ്യങ്ങൾ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? അത് ഫുൾഫിൽ ചെയ്യാം. അതൊക്കെ നമുക്ക് പല ആവശ്യങ്ങൾ, ഭക്ഷണം മാത്രമൊന്നുമല്ല, ഒരു മനുഷ്യന് പല കാര്യങ്ങളും വേണ്ടി വരും. അപ്പോൾ ആ കാര്യത്തിന് നമുക്ക് എന്ത് ചെയ്യും? ക്യാഷ് വേണ്ടി വരും. അപ്പോൾ നമ്മളതിന് കുറച്ച് ഏരിയയിൽ ഭൂമിയിൽ കൃഷി ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സർപ്ലസ് പ്രൊഡക്ഷൻ നമ്മൾ വിറ്റിട്ട് നമ്മൾ മറ്റാവശ്യങ്ങളും കൂടി നേടും. ഇതൊക്കെയാണ് സബ്സിസ്റ്റൻസ് ഫാമിങ്ങിൽ നമുക്ക് പറയാനുള്ളത്. എന്തൊക്കെയാണ്? പ്രൊഡക്ഷൻ ഫോർ ഓൺ കൺസംഷൻ, കൾട്ടിവേഷൻ ഈസ് പോസിബിൾ ഈവൻ ഇൻ സ്മാൾ പ്ലോട്ട് ഓഫ് ലാൻഡ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വെരി ലോ, സർപ്ലസ് പ്രൊഡക്ഷൻ ക്യാൻ ബി സോൾഡ് ടു ഫുൾഫിൽ അതർ നീഡ്സ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. മിക്സഡ് ഫാമിങ്ങിൽ 2 പോയിന്റ് നമുക്ക് അധികം കൊടുക്കണം. ഏതൊക്കെയാ? ഫസ്റ്റ് ഇതിൽ പറയാം, സെയിം ഫെർട്ടിലൈസർ ക്യാൻ ബി യൂസ്ഡ് ഫോർ മൾട്ടിപ്പിൾ ക്രോപ്സ്. മിക്സഡ് ഫാമിംഗ് എന്താണെന്ന് അറിയണം ആദ്യം. അതായത് ഒരു ചെറിയ ഇൻ എ സ്മാൾ പ്ലോട്ട് ഓഫ് ലാൻഡ് കൾട്ടിവേറ്റ് മോർ ദാൻ 1 ക്രോപ്സ് അല്ലേ? ഒന്നിലധികം, മൾട്ടിപ്പിൾ ക്രോപ്സ്, ഒന്നിലധികം കൃഷി നമ്മൾ എന്ത് ചെയ്യുന്നു? വിളകൾ നമ്മളവിടെ കൃഷി ചെയ്യുന്നു ചെറിയൊരു ഏരിയയിൽ. സെയിം ഫെർട്ടിലൈസർ ക്യാൻ ബി യൂസ്ഡ് ഫോർ മൾട്ടിപ്പിൾ ക്രോപ്സ്. ഒരേപോലത്തെ, ഇപ്പോൾ ഏത് വളമാണ് നമ്മുടെ കയ്യിലുള്ളത് അത് പല ക്രോപ്സിനും നമുക്ക് ഉപയോഗിക്കാം. ലോവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അങ്ങനെ ആകുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വളരെ കുറവായിരിക്കും. ഇനി നമുക്ക് മൂന്നാമത്തെ പോയിന്റ് എന്ത് ഉപയോഗിക്കാം? കൾട്ടിവേഷൻ ഈസ് പോസിബിൾ ഈവൻ ഇൻ സ്മാൾ പ്ലോട്ട് ഓഫ് ലാൻഡ്. നേരത്തെ സബ്സിസ്റ്റൻസ് ഫാമിങ്ങിൽ പറഞ്ഞില്ലേ? കൾട്ടിവേഷൻ ഈസ് പോസിബിൾ ഈവൻ ഇൻ സ്മാൾ പ്ലോട്ട് ഓഫ് ലാൻഡ്. ഓക്കെ, അതായത് ചെറിയ ഏരിയയിൽ പോലും നമുക്ക് കൃഷി ചെയ്യാം. പിന്നെന്താ പറയുന്നത്?
പിന്നെ നമുക്കൊരു പോയിൻ്റും കൂടി കൂട്ടണം. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ലോവർ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പറഞ്ഞു. പിന്നെ പ്രോഫിറ്റ് ക്യാൻ ബി അറ്റൈൻഡ്. എന്താണ് നമ്മൾ മിക്സഡ് ഫാമിംഗ് എന്ന് പറയുന്നത്? മിക്സഡ് ഫാമിംഗ് ഈസ് ദ സൈമിൾട്ടേനിയസ് കൾട്ടിവേഷൻ ഓഫ് മോർ ദാൻ വൺ ക്രോപ്പിനെ പറഞ്ഞില്ലേ. പിന്നെ നമ്മൾ ലൈവ് സ്റ്റോക്ക് ഫീഡ് കംസ് ഫ്രം അഗ്രികൾച്ചർ അല്ലേ. ലൈവ് സ്റ്റോക്ക് ഫീഡ്, അതായത് പുല്ല് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് അഗ്രികൾച്ചറിൽ നിന്ന് തന്നെ കിട്ടും. പിന്നെ മൂന്നാമത്തെ കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ്, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആണ്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് റിലേറ്റീവ്ലി ലോ. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ cultivation is possible in large ഏരിയ ഓഫ് ലാൻഡ്. സ്മാൾ പ്ലോട്ട് ഓഫ് ലാൻഡിൽ ഒരിക്കലും പ്ലാന്റേഷൻ ക്രോപ്സ് പറ്റില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഓരോ തോട്ടങ്ങളാണ്, തോട്ടത്തിൽ ഒരുപാട് അല്ലേ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, റോ മെറ്റീരിയൽസ് കിട്ടും. ഇപ്പം എന്താണ് പ്ലാന്റേഷൻ ക്രോപ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അതായത് യൂറോപ്യൻ കൺട്രീസ് അല്ലേ, അവർക്ക് റോ മെറ്റീരിയൽസ്, ഇൻഡസ്ട്രിയൽക്ക് ആവശ്യമായ റോ മെറ്റീരിയൽസിന് വേണ്ടിയിട്ടാണ് നമ്മളെ കൊണ്ട് എന്ത് ചെയ്തത്, അവിടെ കൃഷിഭൂമി കാലാവസ്ഥ ഒക്കെ പ്രതികൂലമായതുകൊണ്ട് അവർ നമ്മുടെ ബ്രിട്ടീഷ് ഇങ്ങനെയുള്ള രാജ്യങ്ങൾ അവർ കോളനിയാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഫലമായി ധാരാളം വ്യാവസായിക ഉൽപ്പന്നങ്ങളുടെ അളവ് വർദ്ധിച്ചപ്പോൾ അതിനാവശ്യമായ റോ മെറ്റീരിയൽസ് കൂടിയും അവർക്ക് വേണ്ടി വന്നു. അത് എവിടെ നിന്ന് അവർ ലഭ്യമാക്കി? കൊളോണിയൽ രാഷ്ട്രങ്ങളിൽ നിന്ന്. അപ്പോൾ നമുക്ക് പറയാം ലാർജ് ക്വാണ്ടിറ്റി ഓഫ് അഗ്രികൾച്ചറൽ റോ മെറ്റീരിയൽസും കൂടി നമുക്ക് ഇവിടുന്ന് കിട്ടും. അപ്പോൾ റോ മെറ്റീരിയൽസ് അല്ലേ, ലാർജ് എമൗണ്ട് ഓഫ് റോ മെറ്റീരിയൽസ്. കൾട്ടിവേഷൻ ഓഫ് കൊമേഴ്സ്യൽ, ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു കൊമേഴ്സ്യൽ ക്രോപ്സ് നാണ്യവിളകളാണ് അല്ലേ. അപ്പോൾ ആദ്യം നമ്മളതിന് മുതൽ മുടക്ക് വേണം. പ്രൊവൈഡ്സ് റോ മെറ്റീരിയൽസ് അല്ലേ, നേരത്തെ പറഞ്ഞു നമ്മൾ പ്രൊവൈഡ്സ് റോ മെറ്റീരിയൽസ്. പിന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വെരി ഹൈ. പിന്നെ ഇവിടെ ലോങ് ടേം പ്രോഫിറ്റാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട രണ്ടിൻ്റെയും, കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ ക്രോപ്പിൻ്റെയും കൾട്ടിവേഷൻ ഓഫ് കൊമേഴ്സ്യൽ ക്രോപ്സിൻ്റെയും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന ലോങ് ടേം പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ ഒന്നും കൂടി പറയാം, ഓരോന്നായിട്ട് പറയാം. Subsistence farming, production of for own consumption, cultivation is possible even in small plot of land, cost of production very low, surplus of product sold in the market to fulfill other needs. Mixed farming, same fertilizer can be used for multiple crops, lower cost of production. പിന്നെ നമ്മൾ എന്തൊക്കെ പറയാം മിക്സഡ് ഫാമിങ്ങിൽ? കൾട്ടിവേഷൻ ഈസ് പോസിബിൾ ഈവൻ സ്മാൾ പ്ലോട്ട് ഓഫ് ലാൻഡ്. അതുപോലെ തന്നെ ലൈവ് സ്റ്റോക്ക് ഫീഡ് കംസ് ഫ്രം അഗ്രികൾച്ചർ. കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റേഷൻ ക്രോപ്സ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് റിലേറ്റീവ്ലി ലോ. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ, ലോങ് ടേം പ്രോഫിറ്റ്, പ്രൊവൈഡ്സ് റോ മെറ്റീരിയൽസ്. കൾട്ടിവേഷൻ ഓഫ് കൊമേഴ്സ്യൽ ക്രോപ്സ്, ഹൈ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൊവൈഡ്സ് റോ മെറ്റീരിയൽസ്, ലോങ് ടേം പ്രോഫിറ്റ്, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ആ ടേബിൾ എക്സ്പാൻഡ് ചെയ്തു. അപ്പോൾ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.